ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ? അച്ഛൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ എന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ലച്ചാ. അപ്പൊ നിനക്കോടാ? അയ്യോ ഇല്ലച്ചാ, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നില്ല. ഇല്ലടാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോ ഇനി തോന്നാമെന്ന്? ഇല്ലച്ചാ, ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്, അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കാം. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി കെട്ടിയിരിക്കും. ഇനി ഒരുത്തടെ കെട്ടുകൂടെ താലി കെട്ടുമോ? എങ്കിൽ എനിക്കൊന്ന് കാണടാ. സാമിയത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് കെട്ടിക്കാണ് അച്ഛൻ. കെട്ടിക്കും. അതിലും എന്റെ പിള്ളേരുടെ ചാവ് ഞാനല്ലേ കൊണ്ട് തീറ്റിക്കും. പിള്ളേരെ കൊന്ന് ഞാനും കെട്ടി തൂങ്ങി ചാവൂടാ. അല്ല, സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞ അതിലും വലിയ കുഴപ്പമായ പറയുന്ന കേക്ക്. എനിക്ക് ഞാനുണ്ട്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ, നിന്നെ ഏത് പട്ടിക്ക് വേണം? ചെറുതമ്മേ, വാതിൽ തുറക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്. ചെറുതമ്മേ, വാതിൽ തുറക്ക്. മായൻകുട്ടിയാ പറയുന്നത്. ഇതിപ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. അരുത്, പിള്ളേരൊന്നും ചേരും പറയുന്ന കേക്ക്. അടക്കല്ലേ, വാതിൽ തുറക്കല്ലേ. മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. സത്യമായിട്ട് ഞാൻ ചവിട്ടി പൊളിക്കും. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? മനുഷ്യൻ തുണി പറയാൻ സമ്മതിക്കില്ലേ? തുണി മാറ. വെരി സോറി. എന്നിട്ട് പോരാടുന്നു. ഇറങ്ങിങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോബനും മോളിയും പോലെ രണ്ട് കുട്ടികളുണ്ടായ. സോറിയേട്ടാ, ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല, ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ അല്ലേ? എങ്ങോട്ടായി തള്ളിക്കറി വരുന്നത്? അങ്ങനെ പുറത്ത് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇത് എന്റെ ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയായിട്ട് പുറത്തിടും. എന്റെ ഭർത്താവിനെ അവിടെ ഇറക്കി വിടറ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നില്ല അവിടുന്ന്. സ്വാമിനാഥ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്ക്. എവിടെ പോകുന്നു? ഒരു കാരണവശാലും പേടിക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എടാ സ്വാമിനാഥ,
അച്ഛാ എനക്കെന്താ ഒരു വല്ലായിക? ഏയ് ഒന്നുമില്ല. എന്താ നല്ല സുഖയില്ലേ? ഏയ് നല്ല സുഖം. ഇവിടെ മാറിയെന്നേ. ഇങ്ങടാ എടി പെണ്ണേ, ഇവനാണോ എന്റെ ഭർത്താവ്? പിന്നെ അല്ലാതെ പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടാ. അമ്മേ എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ്യപ്പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണോ ഇവള്? നിനക്കറിയില്ലേ? ഏട്ടോ ദ്രോഹി, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലല്ലേ? എനിക്കറിയാം, പുതിയൊരുത്തെ കിട്ടുന്നായപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ 2 എണ്ണം. ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്കേ. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്കേ. എടാ രാമഭദ്ര, എടാ കണ്ടോ അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാം സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്കേ. വിളിച്ചു നിർത്തി ചോദിക്കേ. രാമഭദ്ര, എടാ രാമഭദ്ര. എന്താ അച്ഛാ? നീ ഇവിടെ അറിയുവോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയനിയ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മ പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയനിയാ. എടാ നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയുവോന്ന്. ആ ഇവരെ ഞാൻ അറിയും. ഇവരെ ഞാൻ അറിയുവച്ചാ, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ ഈശ്വരാ. ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തൊക്കെ പോയി കുട്ടികളെ ഉണ്ടാക്കിച്ച് ഇങ്ങനോ പോറ്റാ കൊണ്ടിരുന്നേ? പോറ്റാൻ കഴിവല്ലേ കുളത്തിലെ കണ്ടിലോണ്ടറി. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ കൊല്ലും ഞാൻ. ഇവിടെ വരാൻ വരില്ലേ? എന്താ ഈ കാണിക്കുന്ന കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? ഇനി എനിക്കൊന്നുമില്ല. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. വാ വാ മക്കളെ. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ. നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുന്നേക്കാൻ. നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കുറിച്ച് പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയടാ. പിടിച്ച് മാറ്റണോ? അടിക്കരുത്. അടിക്കരുതെന്ന് പറ. അയ്യോ
ആരുടെ കൈയിലാണ് കയറി പിടിച്ചത്? ഇന്ന് വരെ ആ കൈ തരാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയണ മാപ്പ്. അച്ഛന്റെ കാല് മാപ്പാണ് പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ സ്വാമിയേട്ടൻ എന്ത് മഹാഭാവമാണ് ചെയ്തത്? ഒരു കല്യാണം കഴിച്ചു പോയതോ, 2 കുട്ടികൾ ഉണ്ടായി പോയതോ, അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛ, എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ല് കൊള്ളാനോ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്തിറക്കണ ഈ തന്തയ്ക്ക് എനിക്കത് കൊലയാടി മക്കളെ. ഈ 500 ഇനി ഇങ്ങനെ 2 മക്കളില്ല. ഞാൻ തെറ്റാൻ എന്റെ പടം പോലും നിങ്ങൾ കാണരുത്. ഇറങ്ങാൻ അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടത്തെ പടക്കം പൊട്ടത്തെ. മാലു, ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടുമൊക്കെ ഉപേക്ഷിച്ചാൻ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്തതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. കയറി പൊടിയകത്ത്. എടി കയറി പോകാൻ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയാണല്ലോ, പിന്നെ നേരെ അവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ജവേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടതെന്ന് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടറി. ഇറങ്ങി വാ മാലു. ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ. എന്ത് കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറാം. കൊച്ചേട്ടാ, ഞാൻ കൊച്ചേട്ടാ, 500 കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ